നോമ്പിന്റെ 3-ാം ഞായർ. യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ സംഭവമാണ് ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകിയിട്ടുള്ളത്. തളർവാദ രോഗിയെ കർത്താവിന്റെ പക്കൽ കൊണ്ടുപോയ വ്യക്തികളുടെ വിശ്വാസം കണ്ടാണ് യേശു അവനെ സുഖപ്പെടുത്തിയത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ആ രോഗിയെ യേശുവിന്റെ അടുത്തെത്തിക്കാൻ അവരെടുത്ത മടുക്കാത്ത പരിശ്രമവും അവരുടെ വിശ്വാസവും കണ്ടപ്പോൾ യേശു പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഈ സംഭവം 3 പ്രധാന സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്നാമതായി, ഈ സംഭവത്തിലൂടെ നോമ്പ് വഴി നമ്മിൽ സംഭവിക്കേണ്ട വിശ്വാസ വളർച്ചയെ വ്യക്തമാക്കുന്നു. നോമ്പിന്റെ 2-ാം ഞായറിൽ കുഷ്ഠരോഗിയുടെ വിശ്വാസം അവനെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ, നോമ്പിന്റെ 3-ാം ഞായറിൽ തളർവാദ രോഗിയെ കർത്താവിന്റെ അടുക്കൽ എടുത്തുകൊണ്ടു പോയവരുടെ വിശ്വാസം അപരന്റെ ശുദ്ധീകരണത്തിനും നിർജീവ വിശ്വാസത്തെ ഉണർത്തുന്നതിനും സഹായിച്ചു. അതായത്, സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് വിശ്വാസത്തിൽ ശക്തി ആർജിച്ച് വളരുന്നവർക്ക് തളർന്നവരെ തിരുമുമ്പിലെത്തിക്കുന്നതിനും അവരുടെ വിശ്വാസത്തെ ഉണർത്തുന്നതിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ നയിക്കുന്നതിനും അതുവഴി ദൈവത്തെ കൂടുതലായി മഹത്വപ്പെടുത്തുന്നതിനും സാധിക്കും. രണ്ടാമതായി, ഈ വിവരണത്തിനിടയിലെ ഫരിസയരുടെ യേശുവുമായുള്ള തർക്കവും തുടർന്നുള്ള ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തിയും യേശുവിൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്നു. പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇവിടെ യേശു തന്നെ സൂചിപ്പിക്കുവാൻ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതും യേശുവിൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുകയാണ്. അതായത്, യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിനേക്കാൾ അധികമായി തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ അവിടുത്തെ മഹത്വവും കരുണാർദ്ര സ്നേഹവും ആധികാരികതയും ശക്തിയും വെളിപ്പെടുന്നു. മൂന്നാമതായി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ പാപം മോചിപ്പിച്ച് ജനത്തെ വിശുദ്ധീകരിച്ച് രക്ഷയിലേക്ക് നയിക്കുവാനുള്ള യേശുവിൻ്റെ അധികാരവും കഴിവും അവിടുത്തെ കരുണാർദ്ര സ്നേഹവും കൂടുതലായി വെളിപ്പെടുന്നു. നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുപോയവരുടെ വിശ്വാസത്തിലേക്ക് നാം ഉയർന്നിട്ടുണ്ടോ? ജീവിത പ്രതിസന്ധികളിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ? തിരുഹിതമെന്തും അടിയന് സന്തോഷമെന്ന മനോഭാവത്തോടെ ശരിയായ വിശ്വാസപാതയിൽ മുന്നേറുന്നതിന് എന്തുമാത്രം നമുക്ക് സാധിക്കുന്നുണ്ട്? കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ അങ്ങിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്നതിനും സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹം പകരുന്നതും അങ്ങയുടെ തിരുനാമം മഹത്വത്തിന് ഉതകുന്നതുമാക്കി മാറ്റണമേ. ആമേൻ.